it's me Rahul. Welcome to Richa Talks. Okay, നമുക്ക് വീക്കിലി എക്സ്പയറി ഡേ നിഫ്റ്റി അനാലിസിസിലോട്ട് പോവാം. ഓക്കെ, തേഴ്സ്ഡേ. ഓക്കെ, ലാസ്റ്റ് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ലാസ്റ്റത്തെ നമ്മുടെ നിഫ്റ്റിയുടെ നമ്മുടെ ലാസ്റ്റ് പ്ലാൻ എന്തായിരുന്നു ജസ്റ്റ് നമുക്കൊന്ന് അനാലിസിസ് ചെയ്യാം. സോ ഇതായിരുന്നു നമ്മുടെ നിഫ്റ്റിയുടെ പ്ലാൻ. ഓക്കെ, ഓക്കെ, സി നമ്മുടെ T1 ഇവിടെ നമ്മൾ വെച്ചിരുന്നു. T1 ഇതായിരുന്നു നമ്മുടെ പ്ലാൻ. സെയിം ബൈ ഓൺ ദ ബോട്ടം. നിഫ്റ്റി നമുക്ക് ഈ ബോട്ടം രാവിലെ ഓപ്പൺ ചെയ്ത് നിഫ്റ്റി താഴോട്ട് വന്നു, ബോട്ടത്തിൽ ബൈ ചെയ്തു, നമ്മൾ ഡേ ഹൈയിൽ കൊണ്ടുവന്നിട്ട് സെൽ ചെയ്തു. ഓക്കെ, നിഫ്റ്റി അതൊരു സക്സസ് പ്ലാൻ ആയിരുന്നു. ലാസ്റ്റ് ഡേ നമ്മൾ ട്രൈ ചെയ്തത്. സോ നമുക്ക് നാളത്തെ അനാലിസിസിലോട്ട് പോകാൻ നേരെ നമ്മുടെ മൾട്ടി ഫ്രെയിം അനാലിസിസ് തന്നെ ചെയ്യാം ഫസ്റ്റ് തന്നെ. ഓക്കെ, മന്ത്ലി ആസ് യൂഷ്വൽ നമ്മൾ ബുള്ളിഷിലാണ്. വീക്കിലിയും നമ്മൾ 2 days കൂടെ ബാക്കിയുണ്ട്. ഓൾമോസ്റ്റ് പാസ്റ്റ് വീക്ക് വെച്ച് നോക്കുമ്പോൾ ലാസ്റ്റ് ഡേയോ അല്ലെങ്കിൽ ഡേ ബിഫോറോ നിഫ്റ്റി ഒരു മൂവ്മെന്റ് തരാറുണ്ട് എല്ലാ വീക്കും. നിഫ്റ്റി എല്ലാ വീക്കിലും നിഫ്റ്റി ഒരു ബുള്ളിഷിലൊക്കെയാണ് ലാസ്റ്റ് വീക്കിലും നിഫ്റ്റി ക്ലോസ് ചെയ്തത്. സോ നമുക്ക് നാളത്തെയും ഫ്രൈഡേ ട്രേഡിംഗ് സെഷൻ കൂടെ വീക്കിലി ട്രേഡിങ്ങിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഡേ ടൈം ഫ്രെയിമിലോട്ട് പോവാം. ഡേ ടൈം ഫ്രെയിമിൽ നമുക്ക് നമ്മുടെ മുന്നിൽ 2 എക്സാമ്പിൾ ഉണ്ട് നിഫ്റ്റിക്ക്. ഞാൻ ലാസ്റ്റ് വീഡിയോസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ദിസ് ഇസ് ദ മന്ത് ഓഫ് ഏപ്രിൽ, മന്ത് ഓഫ് മെയ്. ഓക്കെ, നിഫ്റ്റി ഇങ്ങനെയാണ് ഏപ്രിൽ മുതൽ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഏപ്രിൽ മാസം ഇതിനുള്ളിൽ തന്നെയാണ് നിഫ്റ്റി ഒരു സർട്ടൈൻ ഇതിനുള്ളിൽ തന്നെയാണ് നിഫ്റ്റി ട്രേഡ് ചെയ്തു. അത് കഴിഞ്ഞ് മെയ് മാസം 12-ാം തീയതി മുതൽ ഒരു സർട്ടൈൻ ഏരിയയിൽ നിഫ്റ്റി ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം ജൂൺ ഒരു 6-ാം തീയതിയോടുകൂടി ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് നിഫ്റ്റി ഒരു പുതിയ സോണിലാണ് ട്രേഡ് ചെയ്യുന്നത്. സോ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല, നമുക്ക് ഈ ലോ മാത്രം മതി. സോ നമുക്ക് ഇത് രണ്ടും റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഏരിയ മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, ഇത് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ആണ് നിഫ്റ്റിയുടെ ഈ ഒരു ഏരിയ. സോ ഇത് നമ്മുടെ ഈ ഒരു സോൺ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കണം. ഈ സോണിന്റെ താഴെ നിഫ്റ്റി ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ ഈ ഒരു ചെറിയ ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട് തൊട്ട് താഴെ. സോ അതും കൂടെ നമുക്ക് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. സോ ഓക്കെ, സോ ഇത് ഇവിടെ നമ്മൾ എന്തായാലും ട്രേഡ് ചെയ്യത്തില്ല. ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഏരിയയിൽ എന്തായാലും നമ്മൾ ട്രേഡ് ചെയ്യത്തില്ല. നമ്മൾ ട്രേഡ് ചെയ്യണമെങ്കിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് റിവേഴ്സൽ മൂവ്മെന്റ് വരികയാണെന്ന് മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യത്തുള്ളൂ മുകളിലോട്ട് ബൈ ഓൺ ദി ഡിപ്പ് ട്രേഡിങ്ങിൽ. സോ നമ്മുടെ പ്ലാൻ ഫോർ ദ ഡേ ഇത് തന്നെയായിരിക്കും. സോ നിഫ്റ്റി ഇത് ബ്രേക്ക് ചെയ്യുന്നവരെ, ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുന്നവരെ നമ്മൾ ബൈ ഓൺ ഡിപ്പ് അല്ലെങ്കിൽ സെൽ ഓൺ ട്രേസ് എന്നുള്ള കൺസെപ്റ്റിൽ തന്നെ പോകും. സോ നാളെ നിഫ്റ്റി ഒരു ഗ്യാപ്പ് ഡൗണിലാണ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തിട്ട് താഴോട്ട് വരികയാണെങ്കിൽ ഈ ഒരു സോണിൽ എവിടെയെങ്കിലും നമ്മൾ വരികയാണെങ്കിൽ ബൈ ഫ്രം ദിസ് സോൺ. ഓക്കെ, നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചേക്കാം ബൈ ഓൺ ഡിപ്പ്. ഓക്കെ, സോ നമ്മൾ ഈ സോണിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും നിഫ്റ്റി വരികയാണെങ്കിൽ നിഫ്റ്റി ഇവിടുന്ന് റിവേഴ്സ് ക്യാൻഡിൽ കാണിക്കുമ്പം സെയിം നമ്മൾ ബൈ ഓൺ ഡിപ്പ് ചെയ്യും. And the T1 is the same. T1 is the same തന്നെ. ഓക്കെ, 50 minutes ഉണ്ട്. നമുക്ക് ഒന്നുകൂടെ ക്ലിയർ വ്യൂ കിട്ടും നമുക്ക്. ഓക്കെ, ബൈ ഓൺ ദി ഡിപ്പ്. സോ ഇന്നും ഈ ബൈ ഓൺ ദി ഡിപ്പ് സ്ട്രാറ്റജി ആയിരുന്നു നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സെൽ എന്നിട്ട് ഇവിടെ പോയിട്ട് നമ്മൾ T1 പോയിട്ട് ഈ 235-250 റേഞ്ചിൽ പോയിട്ട് നമ്മൾ സെൽ ചെയ്തു. ഓക്കെ, സെയിം സിനാരിയോ ആണ് നാളെ നമുക്കുള്ളത്. നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പിലോ അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗണിലോ ഓപ്പൺ ആയിട്ട് നിഫ്റ്റി ഇവിടുന്ന് ഈ ഒരു മൊമെന്റ് തരികയാണെങ്കിൽ ഇവിടുന്ന് ഇവിടെ നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് വെക്കും. ഓക്കെ, അത് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ പ്ലാൻ ബി എന്താണെന്ന് വെച്ചാൽ, പ്ലാൻ ബി നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ആകുന്നതെങ്കിൽ നിഫ്റ്റി നമ്മൾ സെൽ ഓൺ ട്രേസ് കൺസെപ്റ്റ് ആണ് നമ്മൾ നാളെ യൂസ് ചെയ്യുക.
ഇവിടെ ഇത് നമ്മൾ T1 ഈ ഏരിയയിൽ നമ്മൾ T1 വെക്കും. സെൽ ഓൺ ദ റൈസ് കൺസെപ്റ്റ്. സെൽ ഓൺ ദ റൈസ്. ഓക്കെ, ഇത് നമ്മുടെ ചാർട്ടിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നാളെ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ നമ്മളൊരു കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല. സോ ഈ നമ്മൾ ഈ ഡേ ബിഫോർ പ്ലാൻ ചെയ്യുന്നതൊക്കെ ചാർട്ടിലൊന്ന് മാർക്ക് ചെയ്ത് വെക്കാൻ എപ്പോഴും നല്ലതായിരിക്കും. പ്ലാൻ സി എന്താണെന്ന് വെച്ചാൽ നിഫ്റ്റി ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആയി ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തിട്ട് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ദിസ് ഈസ് അവർ പ്ലാൻ സി. ഓക്കെ, buy in support. Okay, this is our plan C. This is our plan A. Sir, plan A. Plan B. Okay, this is our plan B. Nice. Okay, plan A, plan B, plan C നമ്മൾ എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മൂന്ന് പ്ലാൻ നമ്മുടെ ഉണ്ട്. സോ നാളെ നമുക്ക് ഈ 3 പ്ലാനിൽ ഒരു പ്ലാൻ എന്തായാലും നമുക്ക് നാളെ എക്സിക്യൂട്ട് ആവും. ഇതിനുള്ളിൽ ഈ ഒരു ഫ്ലാറ്റ് ഓപ്പൺ ആണെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യത്തില്ല. നമ്മൾ ഈ ഏരിയയിലോട്ട് വരാൻ ട്രേഡ് ചെയ്യത്തില്ല. ഈ ഏരിയയിൽ നോ ട്രേഡിംഗ് സോൺ ആയിട്ട് നമ്മൾ ഈ ഏരിയയിൽ നോ ട്രേഡിംഗ് നോ ട്രേഡിംഗ് സോൺ ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് അവർ നോ ട്രേഡിംഗ് സോൺ. വെൻ നിഫ്റ്റി ഇൻ ദി ഗ്യാപ് ഡൗൺ നമ്മൾ ഇവിടുന്ന് ബൈ ചെയ്യും, ബൈ ആൻഡ് സെൽ ഹിയർ. അതർവൈസ് ഗിഫ്റ്റ് ഇൻ ഗ്യാപ്പ് അപ്പ് സെൽ ഹിയർ ആൻഡ് ഇവിടെ കൊണ്ട് നമ്മൾ അതിനെ ബൈ ചെയ്യും, മീൻസ് സെൽ ചെയ്തിട്ട് ബൈ ചെയ്യും. സോ ഇതാണ് നമ്മുടെ നോ ട്രേഡിംഗ് സോൺ. ഇത് 2 സിനാരിയോ അല്ല. നിഫ്റ്റി ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ആയിട്ട് ഇതിന് മുകളിലാണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യും തിരിച്ച് നിഫ്റ്റി വന്നിട്ട് ഈ ഒരു സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോവുകയാണെങ്കിൽ മുകളിലോട്ടുള്ള 25,300, 25,400, 25,500 എന്ന ടാർഗറ്റ് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. ഓക്കെ, നമ്മുടെ ക്ലിയർ പ്ലാൻ ആണ്. സോ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.